നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ആൻഡ് എലൂസിഡേറ്റ് ദ ടൈപ്പ് ഓഫ് ഇൻസൈറ്റ് സൈക്കോതെറാപ്പി. അപ്പോൾ നമുക്ക് ഇൻസൈറ്റ് സൈക്കോതെറാപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻസൈറ്റ് സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു അംബ്രല്ല ടേമാണ്. കാരണം വിവിധ തരം സൈക്കോതെറാപ്പികൾ ഈ ഇൻസൈറ്റ് സൈക്കോതെറാപ്പിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പം നമ്മളൊരു തെറാപ്പീനെ അത് ഇൻസൈറ്റ് സൈക്കോതെറാപ്പിയാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൈക്കോതെറാപ്പിയാണോ എന്ന് തിരിച്ചറിയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇൻസൈറ്റ് സൈക്കോതെറാപ്പിയെ സംബന്ധിച്ചിടത്തോളം ആ തെറാപ്പികളെല്ലാം തന്നെ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നത്തിൻ്റെ കാരണമായി മനസ്സിലാക്കുന്നത് അൺനോൺ ആയിട്ടുള്ള നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മുടെ തോട്ടോ ബിഹേവിയറോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഫാക്ടേഴ്സോ ഒക്കെ ആയിരിക്കാം. അതായത് ദ ഇൻസൈറ്റ് തെറാപ്പി അസ്യൂം ദാറ്റ് a person's behavior, thoughts and emotion become disorder because of the individual does not understand what motivate him. അതായത് നമ്മുടെ ബിഹേവിയറിനെയും തോട്ടിനെയും ഇമോഷനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഡിസോർഡറായി മാറുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ, നമ്മുടെ ബിഹേവിയറിൻ്റെ, നമ്മുടെ തോട്ടിൻ്റെ, ഇമോഷൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ ഇൻസൈറ്റ് തെറാപ്പികളെല്ലാം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിന് പിന്നിലുള്ള കാരണത്തിലേക്ക് വെളിച്ചം വീശുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ബോധം നമുക്കുണ്ടാക്കി തരുന്നു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള തെറാപ്പികളെല്ലാം തന്നെ നമുക്ക് ഇൻസൈറ്റ് സൈക്കോതെറാപ്പി എന്ന് പറയാം. ഓക്കെ, ഇവിടെ കുറേയധികം സൈക്കോതെറാപ്പികൾ പറയുന്നുണ്ട്. അതായത് 1 സൈക്കോ അനാലിസിസ്, 2 അനലിറ്റിക്കൽ സൈക്കോളജി, 3 എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി, 4 പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി. ഓക്കെ, നമുക്കിത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടത് സൈക്കോ അനാലിസിസ് ആണ്. ആദ്യത്തെ തെറാപ്പി ആയിട്ടുള്ള സൈക്കോ അനാലിസിസിലേക്ക് പോകാം. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോ അനാലിസിസ് എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡറിനെ കാണുന്നത്, അതിൻ്റെ കോസ് എന്തൊക്കെയാണെന്നാണ് സൈക്കോ അനാലിസിസ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ 2 ഫാക്ടേഴ്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സൈക്കോ അനാലിസിസ് സൈക്കോളജിക്കൽ ഡിസോർഡറിനെ കാണുന്നത്, അതായത് സൈക്കോളജിക്കൽ ഡിസോർഡറുകളുടെ കാരണമായി മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഹിഡൻ അൺകോൺഷ്യസ് ഡിസ്റ്റർബൻസസ് ആണ്. അതായത് നമ്മുടെ അൺകോൺഷ്യസിലുള്ള തോട്ട്സ് ആവാം, ഫീലിങ്സ് ആവാം, നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആവാം. അതൊക്കെയാണ് നമ്മളുടെ സൈക്കോളജിക്കൽ ഡിസോർഡറിന് കാരണമെന്നാണ് ഈ ഒരു തെറാപ്പി പറയുന്നത്. ഈ തെറാപ്പി ഡെവലപ്പ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമുക്കറിയാം, ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. അപ്പം ഈ ഒരു തിയറിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ OCD അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ജസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമേ ആകുന്നുള്ളൂ. അതിനൊക്കെ പിന്നിൽ ആഴമാർന്ന ചില അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ഈ ഒരു ഡിസോർഡർ എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഡിസോർഡറിന് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള റിപ്രസ്ഡ് ആയിട്ടുള്ള ഡിസൈർസ്, മെമ്മറീസ്, തോട്ട്സ് ഒക്കെയാണ് ഇതിന് കാരണം. അപ്പം ഈ ഒരു സൈക്കോ അനാലിസിസിലൂടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള റിപ്രസ്ഡ് ആയിട്ടുള്ള ഡിസൈർസിനെയും മെമ്മറീസിനെയും തോട്ട്സിനെയൊക്കെ തന്നെ നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരികയും അതല്ലെങ്കിൽ കഥാസിസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റിലീസാണ്, അതിലൂടെ എന്ത് ചെയ്യും, വെളിയിലേക്ക് റിലീസ് ചെയ്യുകയും ഒപ്പം ഒരു ഇൻസൈറ്റും ഒക്കെ ഈ ഒരു ഡിസോർഡറിന്മേൽ നൽകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സൈക്കോ അനാലിസിസ് സൈക്കോളജിക്കൽ ഡിസോർഡറിനെ മനസ്സിലാക്കുകയും പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് 3ൻ്റെയും ഫംഗ്ഷനായിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്നാണ് ഈ സൈക്കോ അനാലിസിസ് തിയറി പറയുന്നത്. ഈ 3 എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിതൊക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ജസ്റ്റ് നമുക്ക് നോക്കാം. 1 ഇതെന്ന് പറയുന്നത് നമുക്ക് ഇൻബോണായിട്ട് കിട്ടുന്ന ഒരു എനർജി സോഴ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രൈമറിലി പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതായത് പ്ലഷർ സീക്കിംഗ് ആണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മളൊരു കുട്ടിയെ ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്, അവൻ പെയിനെ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും കുട്ടിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൽ 2ാമത്തെ ഫാക്ടറാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അതായത് ഓക്കെ, ഇത് ഇമ്പൾസീവാണ്, പ്ലഷർ സീക്കിംഗ് ആണ് ചെയ്യുന്നത്. എന്നാൽ എന്താണ് എൻ്റെ റിയാലിറ്റി, ഇത് പറയുന്ന പ്ലഷർ ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നൊക്കെ
ഉള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. ഇതിനെ മറുവശമുണ്ട്, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മറ്റൊരു ഫാക്ടറും കൂടെയുണ്ട്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ നോംസ്, നമ്മുടെ പേരൻസിൻ്റെ നോംസ്. അപ്പം ഒരു ഐഡിയലായിട്ട് ഒരാൾ ഇങ്ങനെ ആയിരിക്കണം സൊസൈറ്റി പെരുമാറേണ്ടത്, അങ്ങനെയുള്ള നമ്മുടെ മൊറാലിറ്റിയൊക്കെ തന്നെ ഈ സൂപ്പർ ഈഗോയിലാണ് നിൽക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയണം, ഈ ഇതും സൂപ്പർ ഈഗോയും ഫങ്ഷൻ ചെയ്യുന്നത് അൺകോൺഷ്യസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം നേടണമെങ്കിലും ഈ ഇതും ഈഗോയും തമ്മിൽ നിരന്തരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നടക്കും. ഈ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഈഗോ ചെയ്യേണ്ടത്. അപ്പം ഈഗോ ഈ ഒരു ഫൈറ്റിൽ ആരാണോ ജയിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റിനകത്ത് അതിന് ബാലൻസ് എത്രമാത്രമാണോ ഈ ഈഗോ നിലനിർത്തുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളിലും ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ഈഗോ സ്റ്റേറ്റിന് എപ്പോഴെങ്കിലും കൃത്യമായ നിലയിൽ ഇതിനെയും സൂപ്പർ ഈഗോനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പം അതൊരു പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഈ സൈക്കോ തെറാപ്പിയിലൂടെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈഗോനെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ അൺകോൺഷ്യസ് ഡിസൈഴ്സിനെ സപ്രസ് ചെയ്ത് കിടക്കുന്ന അൺകോൺഷ്യസ് ഡിസൈഴ്സിനെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരികയും ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈഗോനെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ട്രാൻസ്ഫറൻസ്, അനാലിസിസ് ഓഫ് ഡിഫൻസ്. അപ്പം ഈ പറയുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടെക്നിക്കാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റ് വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള ഹെസിറ്റേഷൻസും കൂടാതെ പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ പറയുന്ന നമ്മുടെ സൈക്കോളജിസ്റ്റ് ഇതെന്ത് ചെയ്യുന്നു, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മുടെ ക്ലയൻറ്റ് ചില കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചില കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ആ ഒരു ടോപ്പിക്ക് വഴി മാറ്റി വിടും, വേറെ സൈഡിലേക്ക് വിടും, അങ്ങനെയൊക്കെ ചെയ്യും. ഇതിനെയൊക്കെ നമ്മൾ ഡിഫൻസായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഡിഫൻസ് അടക്കം എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് അതെല്ലാം നമ്മുടെ ഈ സൈക്കോളജിസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുകയും, അപ്പം ഈ ഒരു ഫ്രീ അസോസിയേഷൻ നടക്കുന്ന വഴി സംഭവിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന എന്ത് കാര്യമാണോ അതൊക്കെ നമ്മൾ പറയുമ്പം പല കാര്യങ്ങളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പം അൺകോൺഷ്യസിലെ റിസോൾവ് ചെയ്യപ്പെടാതെ കിടക്കുന്ന കോൺഫ്ലിക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫ്രീ അസോസിയേഷൻ ഒരു മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത മെത്തേഡാണ് ഡ്രീം അനാലിസിസ്. ഇപ്പം സൈക്കോ അനാലിസിസിനകത്ത് ഡ്രീം അനാലിസിസിന് വലിയ റോളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ ഡ്രീമിനെ പറഞ്ഞത് റോയൽ റോഡ് ടു അൺകോൺഷ്യസ് എന്നാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈഗോ അതിൻ്റെ ഡിഫൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരും. അപ്പം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് ഡ്രീമിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഡ്രീം നമ്മൾ എന്താണോ കാണുന്നത് ആ ഡ്രീം കാണുന്ന ഇത് ആയിരിക്കത്തില്ല അതിൻ്റെ ശരിയായിട്ടുള്ള മീനിങ്. അതിന് പിന്നിൽ മറ്റ് ചില മീനിങ്ങുകൾ കൂടി ഉണ്ടാകും. അതായത് ഡ്രീമിന് 2 പാർട്ടുണ്ട്. ഒന്ന് മാനിഫെസ്റ്റിംഗ് കണ്ടൻറ്റും അതുപോലെ തന്നെ ഒരു ഹിഡൻ മീനിങ്ങും ഉണ്ടാകും. അപ്പം ഡ്രീമിലൂടെ പല കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിലും ഇപ്പം പാമ്പിനെ കാണാം, അല്ലെങ്കിൽ മരമായിരിക്കാം കാണുന്നത്, അതിനൊക്കെ വേറെ ഒരു മീനിങ്ങും കൂടെ നമ്മുടെ മൈൻഡിൽ നൽകുന്നുണ്ട്. ഈ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന റിപ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് സൈക്കോ അനാലിസിസ് പറയുന്നത്. അടുത്ത ടെക്നിക്കാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൽ നമ്മുടെ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഫിഗറിൻ്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് അച്ഛനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബ്രദറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതൊക്കെ തന്നെ ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് അറിയാതെ തന്നെ തെറാപ്പിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നെഗ്ലക്റ്റഡ് ചൈൽഡ് ആണെങ്കിൽ അങ്ങനെ ചൈൽഡ്ഹുഡിൽ ഒരു നെഗ്ലക്ഷൻ അനുഭവിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ക്ലയൻറ്റെങ്കിൽ ഇപ്പോൾ തെറാപ്പിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തെറാപ്പിസ്റ്റിൻ്റെ അറ്റൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ശ്രമിക്കും, അല്ലെങ്കിൽ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങൾക്കും വേണ്ടി, അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ തെറാപ്പിസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ശ്രമിക്കും. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധമായിരിക്കത്തില്ല അവിടെ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ആ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തെറാപ്പിസ്റ്റ് ഒരു അച്ഛനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ടായിരിക്കും അവിടെ ഫീൽ ചെയ്യാം. ഇത് തെറാപ്പിസ്റ്റിന് മനസ്സിലാവും. അപ്പം ഈ ഒരു ട്രാൻസ്ഫറൻസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് അന്വേഷിക്കുകയും നമ്മുടെ ഈ കോൺഫ്ലിക്റ്റിൻ്റെ തുടക്കം, പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമായ കോൺഫ്ലിക്റ്റിൻ്റെ തുടക്കം അവിടെയാണെന്ന് മനസ്സിലാക്കുകയും അത് റിസോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ട്രാൻസ്ഫറൻസിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്താണ് അനാലിസിസ് ഓഫ് ഡിഫൻസ്.
അനാലിസിസ് ഓഫ് ഡിഫെൻസിനകത്ത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫ്രീ അസോസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലയൻറ്റ് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരു പുതിയ ടോപ്പിക് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം അറിയാതെ തന്നെ വേറൊരു ടോപ്പിക്കിലേക്ക് വഴിമാറി പോകാം, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് മാറ്റാം. ഇതൊക്കെ തന്നെ അദ്ദേഹം അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലപ്പം ഒരു സെക്ഷന് വരുന്നത് തന്നെ താമസിച്ചായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്നത് ഡിഫെൻസ് ആയിട്ടാണ്. അതായത് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ എനി ബിഹേവിയർ ഫ്രം ദി ക്ലയൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു തെറാപ്പിയുടെ ആ നാച്ചുറൽ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന ഇതായിരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തെറാപ്പി സെഷന് ലേറ്റായിട്ട് വരുന്നു, ചില തെറാപ്പി സെഷനുകൾ ഒഴിവാക്കുന്നു, അങ്ങനെ തുടങ്ങിയ എന്ത് കാര്യമാണ്. അപ്പം ഈ ഡിഫെൻസ് എന്തെന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുകയും ഇതിലൂടെ കൂടി ആ ഡിഫെൻസ് മെക്കാനിസം ഉണ്ടാകാനായിട്ടുള്ള ആ ക്ലയൻറ്റിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനെ ക്ലയൻറ്റിൻ്റെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സൈക്കോ അനലിസ്റ്റുകൾ പ്രോബ്ലത്തെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ സൈക്കോ അനാലിറ്റിക് തെറാപ്പിക്കകത്ത് ചെയ്യുന്ന ടെക്നിക്കുകൾ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അനലിറ്റിക്കൽ സൈക്കോളജിയാണ്. അനലിറ്റിക്കൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്തത് കാൾ യുങ് ആണ്. അപ്പം അദ്ദേഹം പറയുന്നത് സൈക്കോപതോളജിയുടെ കോസായിട്ട് പറയുന്നത് അൺകോൺഷ്യസ് കോംപ്ലക്സുകളാണ്. ഓക്കെ, ഈ അൺകോൺഷ്യസ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ഓഫ് ഇമോഷൻ, മെമ്മറീസ്, പെർസെപ്ഷനൊക്കെയാണ് നമ്മൾ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ആണെങ്കിൽ, അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസിന് മുന്നോടിയായിട്ടുണ്ടായി വരുന്ന ഒരു കോംപ്ലക്സ് ആണെങ്കിൽ അത് പിന്നീട് നമ്മുടെ ലേറ്റർ ലൈഫിനകത്ത് ഇത് പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് അനലിറ്റിക്കൽ സൈക്കോളജി പറയുന്നത്. അതായത് ഈ കോംപ്ലക്സുകൾ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അത് ഡിസ്ട്രെസ്സിന് കാരണമാകുകയും ചെയ്യുന്നു. അപ്പം ഈ അനലിറ്റിക്കൽ സൈക്കോളജി നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലേഷനാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതായത് ഇൻ്റഗ്രേറ്റിംഗ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആസ്പെക്ട്സ് ഓഫ് ദി സൈക്കി. ഒരു മനുഷ്യൻ്റെ സൈക്കയിലുള്ള കോൺഷ്യസും അൺകോൺഷ്യസുമായിട്ടുള്ള കാര്യങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിനകത്തൊക്കെ നമുക്കൊരു ബോധം അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ കോൺഷ്യസിൻ്റെ പാർട്ടാക്കി മാറ്റുക. ഇങ്ങനെ സൈക്കോളജിക്കൽ കാര്യങ്ങളെ സോൾവ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതിനുവേണ്ടി ഒരുപാട് ടെക്നിക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കോംപ്ലക്സ് ഫോർമേഷനകത്ത് ആർക്കിടൈപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, യുങ്ങിൻ്റെ തിയറിക്കകത്ത് പറയുന്ന കുറേയധികം ടേംസുകളുണ്ട്. അപ്പം യുങ്ങിൻ്റെ തിയറി ഏകദേശം സൈക്കോ അനാലിസിസ് പോലെ തന്നെ ഉള്ള ഒരു തിയറിയാണ്. പക്ഷേ എന്നാൽ തന്നെ അതിനകത്ത് പല കാര്യങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പം ഫ്രോയിഡിൻ്റെ തിയറി പോലെ തന്നെയാണ് യുങ് കോൺഷ്യസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രീ കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ്, അതായത് കോൺഷ്യസ് ഉണ്ട്, അൺകോൺഷ്യസ് ഉണ്ട്, പിന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഭാഗവും ഈ യുങ്ങിൻ്റെ തിയറിക്കകത്ത് പറയുന്നുണ്ട്. കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ്. കോൺഷ്യസും പ്രീ കോൺഷ്യസും എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോയിഡിൻ്റെ തിയറി പറയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഹ്യൂമൻ സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളും ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന പാർട്ട് പറയുന്നത്. അപ്പം അതിനകത്ത് ഉള്ള ഈ കളക്റ്റീവ് അൺകോൺഷ്യസിനകത്തുള്ള ഒരു കാര്യമാണ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു സിംബോളിക് പാറ്റേണെയാണ് നമ്മൾ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ഇത് കളക്റ്റീവ് അൺകോൺഷ്യസിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം ഈ ആർക്കിടൈപ്പ് നമ്മൾ പല കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ആർക്കിടൈപ്പ് ഉണ്ടാകും. അപ്പം മദർ, അങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റിയുള്ള നമുക്ക് കൈമാറി കിട്ടിയ ചില സിംബോളിക് ഇമേജുകളുണ്ടാകും. അപ്പോൾ ഇത് ആയിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സ്, അതായത് സെർട്ടൺ പാറ്റേൺ ഓഫ് ഇമോഷൻസ്, മെമ്മറീസ് ആൻഡ് പെർസെപ്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും അത് ലേറ്റർ ലൈഫിൽ ബിഹേവിയറിൽ പ്രശ്നങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ആർക്കിടൈപ്പിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടായി വരാനുള്ള റോള് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഈ അനലിറ്റിക്കൽ സൈക്കോളജിസ്റ്റുകൾ എങ്ങനെയാണ് ഈ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് നോക്കാം. അതിന് അവർ കുറേയധികം ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇനി
അനലിറ്റിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വേർഡ് അസോസിയേഷൻ ടെസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലയൻറ്റിനോട് നമ്മൾ ഏതെങ്കിലും ചില വാക്കുകൾ പറയുകയും എന്താണോ ആ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന കാര്യം അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് അൺകോൺഷ്യസ്ലി നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു അൺകോൺഷ്യസിൽ കിടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെയാണ് സിംറ്റം അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇതെന്ന് പറയുമ്പോൾ ഒരു കഥാസിസ് പോലെയുള്ള ഒരു ടെക്നിക്കാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സിംറ്റം അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഡ്രീം അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞു അൺകോൺഷ്യസിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഡ്രീമിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ആ ഡ്രീമിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ ക്ലയൻറ്റിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്കൊരു കോൺഫ്ലിക്റ്റുകളിലേക്ക് നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടെക്നിക്കുകളാണ് അനലിറ്റിക്കൽ സൈക്കോളജിക്കകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഇതിൽ തെറാപ്പി മെത്തേഡിലേക്ക് പോകാം. അതാണ് എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി. എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി അത് ബേസ് ചെയ്തിരിക്കുന്ന എക്സിസ്റ്റൻഷ്യലിസത്തെയാണ്. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ എക്സിസ്റ്റൻസ് ആണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ അല്ല നോക്കുന്നത്, മറിച്ച് എക്സിസ്റ്റൻഷ്യൽ ലൈഫ് തീമിനെയാണ് ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തെ മറികടന്നുകൊണ്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ അവയർനെസ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ഒരു തെറാപ്പിയിലൂടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാളെ ഫുള്ളി പൊട്ടൻഷ്യലായിട്ടുള്ള ആളാക്കി മാറ്റാൻ, അയാളുടെ കഴിവിൻ്റെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫുള്ളി പൊട്ടൻഷ്യലായിട്ടുള്ള ഒരാളാക്കി മാറ്റാനുമാണ് ഈ ഒരു തെറാപ്പിയിലൂടെ ശ്രമിക്കുന്നത്. പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമനിസ്റ്റിക് ഐഡിയോളജിയാണ്. ഹ്യൂമനിസ്റ്റിക് ഐഡിയോളജി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ചില അസംഷൻസ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിക്കുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാ ഹ്യൂമൻസും ഈക്വലാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വം, അതിന് പരിഹാരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവനവൻ തന്നെയാണ്. എല്ലാ മനുഷ്യനും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ തെറാപ്പിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ക്ലയൻറ്റിനെ അവൻ്റെ പ്രശ്നം മനസ്സിലാക്കാനും അത് പരിഹരിക്കാനായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആളെ സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയെ നമ്മൾ പറയുന്ന പേരാണ് നോൺ ഡയറക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോ അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചപ്പം കണ്ടതാണ് ഒരു ഡയറക്റ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. അതായത് തെറാപ്പിസ്റ്റ് വലിയൊരാളായിട്ട് നിൽക്കുകയും ക്ലയൻറ്റ് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും അതിനെ തെറാപ്പിസ്റ്റ് വിവിധ തരങ്ങളിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചായിട്ടുള്ള പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയിൽ ക്ലയൻറ്റിനെ കൊണ്ട് തന്നെയാണ് അവൻ്റെ പ്രശ്നം എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു നോൺ ഡയറക്റ്റീവായിട്ടുള്ള അപ്രോച്ച് എന്ന് നമുക്ക് പറയാം. ഈ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി പറയുന്നത് ഒരാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇൻകോൺഗ്രുവൻസിയാണ്. ഇൻകോൺഗ്രുവൻസി എന്ന് പറഞ്ഞാൽ ഒരാളുടെ സെൽഫും അയാളുടെ റിയാലിറ്റിയും തമ്മിലുള്ള ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഡിഫറൻസ്, അതിനെയാണ് ഇൻകോൺഗ്രുവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ റിയാലിറ്റി അയാളുടെ സെൽഫും തമ്മിൽ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. ഈ ഒരു തെറാപ്പി അനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, തെറാപ്പിസ്റ്റ് ക്ലയൻറ്റിനെ അയാളുടെ പ്രശ്നം മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലയൻറ്റിന് പൂർണ്ണമായും അയാളുടെ പ്രശ്നങ്ങൾ പറയാനും അതിന് പരിഹാരം കണ്ടുപിടിക്കാനും പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റും ഈ ഒരു തെറാപ്പിക്കകത്ത് അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു തെറാപ്പി നടക്കണമെങ്കിൽ ചില കണ്ടീഷൻസും കൂടെ ഉണ്ട്. ആ ഒരു തെറാപ്യൂട്ടിക് ക്ലൈമറ്റ് എന്ന് പറയുന്നത് വാംതായിരിക്കണം, സപ്പോർട്ടീവായിരിക്കണം, അക്സെപ്റ്റിംഗ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു തെറാപ്യൂട്ടിക് ക്ലൈമറ്റിനകത്ത് വരുന്ന മറ്റ് ഭാഗങ്ങളാണ് തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ആളുടെ ചില അപ്രോച്ചുകൾ. അതെന്ന് പറഞ്ഞാൽ ഒന്ന് തെറാപ്പിസ്റ്റ് വളരെ ജെന്യുവൻ ആയിരിക്കണം. രണ്ടാമത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ക്ലയൻറ്റിനോട് ഉണ്ടായിരിക്കണം. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് എന്താണോ പറയുന്നത് അതിനെ നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം തെറാപ്പിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പിന്നെയുള്ള മൂന്നാമത്തെ കണ്ടീഷനാണ് ഒരു ക്ലയൻറ്റിനോട് ഒരു എമ്പതി തോന്നണം. എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലാക്കി, ക്ലയൻറ്റ് നിൽക്കുന്ന സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉൾക്കൊള്ളാനായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം.
അപ്പം ഈ ഒരു തെറാപ്പിയുടെ ആകെ മൊത്തത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് റീഓർഗനൈസ് പേഴ്സണാലിറ്റിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻസൈറ്റ് സൈക്കോ തെറാപ്പിക്കകത്ത് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.